Good morning, all. Morning. Good morning. Good morning. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് സീന മാം ആണ്. മാം ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, ടീച്ചറാണ്, ലൈഫ് സ്കിൽ ട്രെയിനറാണ്, കരിയർ ഗൈഡൻസ് കോച്ചാണ്. ഒരുപാട് ക്ലാസ്സുകളും തിരക്കുകളും ഉള്ള ആളാണ്. എന്നാൽ പോലും നമ്മളുടെ മോർണിംഗ് സർക്കിളിൽ നമ്മുടെ വിംബിൾ അക്കാദമിയോടുള്ള ഒരു സിൻസിയർ ആയതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് എടുത്തു പോകുന്നുണ്ട്. താങ്ക് യു സോ മച്ച് സീന മാം. മാമിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാം. സീന മാം ഓഡിബിൾ അല്ലേ മാം? ന്യൂട്ടൺ. യെസ് ഓക്കെ. കുറഞ്ഞൊരു പ്രശ്നം വന്നിരുന്നേ. ഒരു മിനിറ്റ്. ഓക്കെ. ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ. Hello. കേൾക്കുന്നില്ലേ? Yes. കേൾക്കുന്നുണ്ട്. ഓക്കെ. നെറ്റിന് ചെറിയൊരു ഇഷ്യൂസ് വന്നേ. അപ്പോഴും ഒന്ന് ഇന്നലെ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. യെസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Good morning. എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മഴയൊക്കെ ആയിട്ട് എല്ലാരും ഇങ്ങനെ തണുത്തും കംഫർട്ടബിൾ ആയിട്ടൊക്കെ ഇരിക്കുന്നു. അതെ. കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചോ? കാപ്പിയൊന്നും കുടിച്ചു, വെള്ളം കുടിച്ചു. എല്ലാവർക്കും ഒരു മടിയായിരിക്കില്ല. പക്ഷെ ഇവിടേക്ക് ഇപ്പോഴും മഴയൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇപ്പോഴും നല്ല വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്ലൈമറ്റ് ആണ്. പിന്നെ ആണോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ചാണ്, എന്തായിരുന്നു ടോപ്പിക്? എല്ലാവരും ടോപ്പിക് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒന്ന് പറയാൻ പറ്റുമോ ഇന്നത്തെ ടോപ്പിക്? ബി ദ ഹീറോ അല്ലേ? യെസ്, ബി ദ ഹീറോ യുവർ ഓൺ സ്റ്റോറി എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഫിലിം കാണാറില്ലേ? ഉണ്ട്. യെസ്. അവിടെ ഫിലിം കാണുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? ഹീറോയിനെ ആയിരിക്കും. നല്ല 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 ഹീറോ ആണെങ്കിൽ. നല്ല ഹീറോ ആണെങ്കിൽ അല്ലേ? അതെ. എല്ലായ്പ്പോഴും ഹീറോ എന്നുള്ളത് ഒരു കഥാപാത്രം എപ്പോഴും എന്താണ്, എല്ലാ കാര്യങ്ങളിൽ നിന്നും വളരെ ഒരു വിഭിന്ന, അതായത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട് ലാസ്റ്റ് കയ്യടി വാങ്ങുന്നത് പലപ്പോഴും ആരെന്നെയാണ്? ഹീറോ തന്നെയാണ് അല്ലേ? അതായത് ഹീറോ വിജയിച്ച് കാണുന്നതാണ് നമ്മൾ പ്രേക്ഷകരായ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്. ഇതുപോലെ നമ്മുടെ ലൈഫിലും ഒരു ഹീറോ ഉണ്ടാവണം അല്ലെ? നമ്മുടെ ജീവിതം ഹീറോ ഉണ്ടാവണം. ആ ഹീറോ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം. അതല്ലേ നല്ലത്? അല്ലാതെ പലപ്പോഴും ഈ ഒരു അല്ലെ നമ്മൾ മനസ്സിലാക്കുന്നത്, പലപ്പോഴും നമ്മുടെ ലൈഫിലെ ഹീറോ ആവാതെ നമ്മൾ ഒഴിഞ്ഞു മാറി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാവാം അല്ലെ? ഒഴിഞ്ഞു മാറിയിരുന്ന് നമ്മുടെ ഒരു ഫിലിം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ എടുക്കുമ്പോൾ അതിൽ പലപ്പോഴും ഹീറോയുടെ ഒരു പരിവേഷം നമുക്ക് ഉണ്ടാവാറില്ല അല്ലെ? ചില ആളുകളെ ചില സമയങ്ങളിൽ. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഉള്ളിലുള്ള ഹീറോയെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. എപ്പോഴൊക്കെയാണ് ഈ ഹീറോ പരിവേഷം നമുക്ക് ഇല്ലാതായി പോകുന്നത്? നമ്മൾ ഹീറോ അല്ലാതെ ആവണത് ഏതൊക്കെ സിറ്റുവേഷനിലായിരിക്കാം? നമ്മളൊരു ഫിലിമിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഡയറക്ടർ എന്താണ് ചെയ്യുക? ഡയറക്ടറോട് പറഞ്ഞ് അതിനനുസരിച്ച് ആക്ട് ചെയ്ത് ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഓരോ കഥാപാത്രങ്ങളും. അതിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ എപ്പോഴും ഹീറോയിനാവാം. ആ ഹീറോയിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തൊക്കെയാണ്?
ആ ഹീറോയുടെ ആക്ഷൻസുകളാണ്. ആക്ഷൻ മീൻസ് ഏതൊരു പ്രതിസന്ധികളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഏതെങ്കിലും കണ്ടീഷനോ വരുമ്പോൾ അവിടെ ആ ഒരു പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് അവസാനം ശരിക്കും നമ്മൾ കാണുന്നത് എന്താണ്? ആ ഹീറോയുടെ വിജയമായിരിക്കും. അങ്ങനെ കാണുന്നതാണ് പ്രേക്ഷകരായ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അതേ സമയത്ത് ചില ഫിലിമുകളിൽ നമുക്കറിയാം ഹീറോ ലാസ്റ്റ് അല്ലെ പല രീതിയിലേക്ക് മരണം അങ്ങനെയൊക്കെയുള്ള ഫിലിം ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് നമുക്ക് ചിലപ്പോഴൊരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് തരാറില്ല. അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫ് നമ്മളൊന്ന് കണക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഹീറോ ആവേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. നമ്മളുടെ ഒരു ജീവിതം എടുത്തു നോക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ ഹീറോ അല്ലാതാക്കുന്ന പല ഘടകങ്ങളും നമ്മുടെ ചുറ്റുപാടുണ്ടാവാം, നമ്മുടെ ഉള്ളിലുണ്ടാവാം അല്ലെ? എന്നാൽ അതേ സമയം നമ്മുടെ ചുറ്റുപാടുള്ള കുറേ ഘടകങ്ങൾ നമുക്കുണ്ട്. അതിനൊക്കെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഹീറോ ആവാൻ നമുക്ക് കഴിയുമോ? അതാണ് എൻ്റെ ചോദ്യം. അതായത് ഇങ്ങനെ ചുറ്റുപാടുള്ള ഘടകങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഹീറോ ആവാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കും. സാധിക്കും. യെസ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതെല്ലാ അവസരങ്ങളിലും നമുക്ക് സാധിക്കും? ഇപ്പൊ ഒരാള് ഞാൻ പറയാണ്, ഞാനിപ്പോ ഒരു നല്ല കാര്യം ചെയ്തു അല്ലെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്നലെ മോർണിംഗ് സർക്കിളിന്റെ പോസ്റ്റർ ഇട്ടപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കാണ്, നിനക്ക് എന്താ ഈ 5 മണിക്കൊക്കെ ആരെങ്കിലും എഴുന്നേൽക്കോ അല്ലെ 5:25 ആരെങ്കിലും എഴുന്നേൽക്കോ, ഈ സമയത്തൊക്കെ ക്ലാസ് വെച്ചിട്ട് എന്താണ് അല്ല? എനിക്ക് അങ്ങനെ എന്നോട് ചോദിച്ച 1-2 പേരുണ്ട് കേട്ടോ, വെറുതെ പറയണല്ല, റിയൽ ആയിട്ട് ചോദിച്ച ആളുകളുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. എന്നിട്ട് ഞാൻ പറഞ്ഞ 5 മണിക്ക് എഴുന്നേൽക്കുന്നത് നല്ലൊരു ശീലമാണ്, അത് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ആ വ്യക്തി എന്നോട് പറഞ്ഞത് അതൊക്കെ പഴയ കാലത്തായിരുന്നു, 4 മണിക്ക് എഴുന്നേൽക്കുക 5 മണിക്ക് എഴുന്നേൽക്കുക, ഇപ്പോഴത്തെ എല്ലാ സിസ്റ്റവും മാറി, ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാറ്റം വന്ന് ഇപ്പോഴത്തെ ജനറേഷന് അത്തരം ചിന്തകളാണ്. എന്നിട്ട് അവരെവിടെയെങ്കിലും എത്താതെ ആയി പോകുന്നുണ്ടോ? അല്ലെ അവർ 1 മണി 2 മണി വരെ അവർ വർക്ക് ചെയ്ത് പിന്നെ കിടന്നുറങ്ങി 10 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ കാര്യങ്ങൾ കുറേ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു 5-6 മാസം മുൻപ് എന്നോട് ഒരാൾ മെസ്സേജ് അയച്ചു. പിന്നെ ഞാനും അയാളും തമ്മിൽ ഇങ്ങനെ കുറെ സംസാരിച്ച്. അപ്പോഴങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിൽ ആളുകളുണ്ട് അല്ലെ? അപ്പോൾ അത്തരത്തിലുള്ള അതൊരു നെഗറ്റീവ് കമന്റ്സാ. ഈ നെഗറ്റീവ് കമന്റ്സ് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കാവോ എന്നാൽ അത് ശരി അല്ലെ? അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സിനെ കേട്ടുകൊണ്ട് ഞാൻ തളർന്നിരിക്കുന്നത് ശരിയുണ്ടോ? ഇല്ല അല്ലെ? ശരിയല്ല. അപ്പൊ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സുകൾ വരുമ്പോൾ എനിക്കിപ്പം ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റും. ഞാൻ പറഞ്ഞു പുറത്ത് ചുറ്റുപാട് പല ഘടകങ്ങളും നമ്മളെ ഹീറോയെ തളർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്നാൽ ഈ പുറത്തുള്ള ഈ ഘടകങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ നമുക്ക് എന്താക്കാൻ കഴിയില്ല, സോൾവ് ചെയ്യാൻ കഴിയില്ല. പലപ്പോഴും നമ്മുടെ കൺട്രോളായ കാര്യങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ ഒരു വ്യക്തിയുടെ സംസാരം, ഇപ്പൊ അയാളുടെ ആ ഒരു മൈൻഡ് എനിക്ക് ചിലപ്പോൾ പറഞ്ഞ് കുറെ കഴിയുമ്പോൾ അയാൾ മാറിയേക്കാം, പക്ഷെ അവിടെ എനിക്ക് ഒരു ഉറപ്പില്ല അല്ലെ? നാളെ അയാൾ 5 മണിക്ക് എഴുന്നേൽക്കുന്നോ അല്ലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നോ, ചിലപ്പോൾ അയാളുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെ അയാൾ പിടിച്ചു നിൽക്കും. അല്ല, നീ പറഞ്ഞതാണ് മിസ്റ്റേക്ക്, അല്ലെ നീ പറഞ്ഞതാണ് പിന്നെ തെറ്റിൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നിൽക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മുടെ ഉള്ളിലുള്ള ഹീറോയെ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന ഫിലിമിനെ പോലെ തന്നെ ഒരുപാട് വില്ലന്മാര് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനെ നമുക്ക് കൺട്രോളബിൾ ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കുറേ വില്ലന്മാരെ നമുക്ക് മാറ്റി നിർത്താം. അപ്പൊ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ എപ്പോഴും ഹീറോ വിജയിക്കുന്നത് ആ വില്ലന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കാണാറുള്ളത് അല്ലെ? ഏതെങ്കിലും വില്ലന്മാരുണ്ടെങ്കിൽ അവരൊക്കെ പരാജയപ്പെടുത്തി ഹീറോ കയ്യടി വാങ്ങുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ ലൈഫിലും നമ്മുടെ ഉള്ളിലും ഒരുപാട് വില്ലന്മാരുണ്ട്. ആ വില്ലന്മാർ ആരൊക്കെ ആയിരിക്കും? ആരൊക്കെ ആയിരിക്കാം നമ്മുടെ വില്ലന്മാരായിട്ട് നമുക്ക് പറയാൻ പറ്റുക? ബിജു സാർ അപകർഷതാബോധം. ഒരു വില്ലൻ ഉണ്ടോ? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്.
യെസ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒരു വില്ലനാണ്. അത് നമ്മുടെ ലൈഫിലെ നമ്മുടെ ഉയർച്ചയെ തളർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനാണ്. ഇതേപോലെ മറ്റ് ഏതെങ്കിലും പോയിന്റ്സ് Negative thoughts. എന്താണ് സർ? Negative thoughts. യെസ്, നെഗറ്റീവ് തോട്ട്സ്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് വലിയൊരു നെഗറ്റീവ് തോട്ട്സ് നമ്മളെ തളർത്തും. പല പല ആളുകളും, പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണ് ഓടൊക്കെ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് പറയുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നിനക്ക് കഴിയില്ല, നിനക്ക് പറ്റില്ല, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതും ഒരു വില്ലനാണ്. അപ്പൊ നെഗറ്റീവ് തോട്ട്സ് ഒരു വില്ലനാണ്. ഇതേപോലെ തന്നെ മറ്റ് ഏതെങ്കിലും ഒരു പോയിന്റുകൾ? നമ്മുടെ കഴിവിനെ തന്നെ അംഗീകരിക്കാതിരിക്കുക. നമ്മളെ കഴിവുകളെ അംഗീകരിക്കാതിരിക്കുക. പിന്നെ മാം പറഞ്ഞ പോലെ താങ്ക് യു, എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ ഇവിടെ കോമളവല്ലി മാം പറഞ്ഞത് ഏതാണ്? മടി, ലേസിനെസ് അല്ലെ? ഭയങ്കര ഈ മടി എന്നുള്ളതിനെ നമുക്ക് ഈ മടിയുടെ മടി വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനായി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ മടി കാരണം നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ശീലം ഉണ്ടാവാറുണ്ട് അല്ലെ? അതായത് പല കാര്യങ്ങളും ഇന്ന് വേണ്ട, നാളെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ആവുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാ മറ്റന്നാൾ ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോകാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അല്ലെ? എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് കരുതുക. അപ്പോഴിവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നായികയോ നായകനോ ആക്കാൻ വേണ്ടി ഏറ്റവും വിലങ്ങുതടിയായി നിൽക്കുന്ന ഒരു സംഭവം പ്രോകാസ്റ്റിനേഷനാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കാൻ നോക്കുമ്പോൾ നമ്മൾ വിചാരില്ലേ വേറെ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തന്നെ തീരുമാനിക്കും. ആ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ്, അല്ല ഇന്ന് വേണ്ട, നാളെ ആക്കാം. ഇങ്ങനെയുള്ള ആ ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ പ്രോകാസ്റ്റിനേഷൻ കൊണ്ട് നമ്മളിപ്പോൾ പഴയൊരു ചൊല്ല് തന്നെ ഉണ്ട് അല്ലെ? ഗണപതി കല്യാണം പോലെ എല്ലാ കാര്യങ്ങളും എന്താവും? നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞു പോവാനുള്ള സാധ്യതയാണ് ഈ പ്രോകാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും അത് നടക്കില്ലാത്തതുപോലെ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് ചെറിയൊരു സ്റ്റെപ്പെങ്കിലും നമ്മൾ വെക്കുക. ഒരു 1% സ്റ്റെപ്പെങ്കിലും നമ്മൾ കൊണ്ടുവന്നാൽ അത് പിറ്റേ ദിവസം വീണ്ടും 1% ആകുമ്പോൾ 2%, അങ്ങനെ അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഒരു മടിയെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഒരു സ്വഭാവം തന്നെ നമ്മൾ മാറ്റി നിർത്തിയാൽ നമ്മൾ ജീവിതത്തിൽ വളരെ ഉയർച്ചയിലേക്ക് തന്നെ എത്തുന്നതാണ്. പലപ്പോഴും നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ പ്രോകാസ്റ്റിനേഷൻ തന്നെയാണ്. ഇനി അതുപോലെ മറ്റൊരു വില്ലനാണ് നമ്മുടെ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് അല്ലേ? അത് എന്തുകൊണ്ട് ഈ ഓവർ തിങ്കിങ് പ്രശ്നമാവണത്? അതായത് ചില ചെറിയ കാര്യങ്ങളായിരിക്കാം നമ്മുടെ ലൈഫിൽ, എന്തെങ്കിലും ചെറിയ കാര്യങ്ങളാവാം. പക്ഷെ ആ ചെറിയ കാര്യത്തെ പോലും നമ്മൾ എന്താക്കാണ്, വളരെ എന്താണ് സംഭവിക്കുക? ഫോർ എക്സാമ്പിൾ, ഒന്നും വേണ്ട, ഈ ഓവർ തിങ്കിങ്ങിന് ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ റിയൽ ലൈഫിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നതായിരിക്കാം. അതായത് നമ്മളിപ്പോഴും നമ്മുടെ ഇപ്പോൾ ഒരു വീട്ടിൽ എന്നും ഹസ്ബൻഡോ അല്ലെ നമ്മളോ തന്നെ വൈകി വരുമ്പോൾ, അല്ലെ ഹസ്ബൻഡ് വൈകി വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്? കുറച്ച് ഡെയിലി ഇപ്പോൾ ഒരു 8 o'clock എത്തുന്ന ഒരാളാണെങ്കിൽ, അല്ലെ നമ്മളെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു ദിവസം ഒന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് സമയം ഒരു അരമണിക്കൂർ ലേറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്ര കൺട്രോൾ ചെയ്യാൻ പറ്റിയ കാര്യമാണെങ്കിൽ പോലും, അല്ലെ നമുക്ക് ചിലപ്പോൾ നമുക്ക് പലതും വേറെ എന്തൊക്കെയോ ചിന്തിക്കാം, അല്ലെ എന്തുകൊണ്ടായിരിക്കും ക്ലാസ് കൂടുതൽ എടുത്തോ, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ പോലും, പക്ഷെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരിക എന്താണ്? അയ്യോ എന്ത് പറ്റി, എന്തുകൊണ്ടാണ്, അല്ലെ ഹസ്ബൻഡ് എന്തുകൊണ്ട് ലേറ്റ് ആയി, വണ്ടിക്ക് പ്രശ്നമുണ്ടോ, എവിടെയെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട്. ഇപ്പൊ ഫോൺ ചെയ്താൽ പോലും, ഇനി അഥവാ ഫോൺ ചെയ്തൊന്ന് ഫോൺ എടുത്തില്ലെങ്കിലോ, അതിലും വലിയ കഷ്ടമായി അല്ലെ? ഫോൺ എടുത്തില്ല, പിന്നെ നമ്മളെ ചിന്തകൾ എവിടെയൊക്കെയോ പോവും, നമ്മൾ ഏതൊക്കെയോ രീതിയിലേക്ക് പോകും. ഇതുപോലെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഈ ഓവർ തിങ്കിങ് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അമിതമായ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനൊരു ഭാരം പോലെയാണ്. പല കാര്യങ്ങളിലും ഇങ്ങനെയുള്ള അമിത ചിന്തകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഈ അമിത ചിന്തകളിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും വെറുതെ കുറെ ടെൻഷൻ അടിച്ച് നമ്മുടെ ആ ഒരു മൊമെന്റിൽ ഒരുപാട്
പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ഇത്തരം അമിത ചിന്തകൾ നമ്മൾ ലൈഫിൽ ഒഴിവാക്കേണ്ടതാണ്. അത് പലപ്പോഴും നമ്മുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ നാളെ അത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഉണ്ടായാലും എനിക്ക് അതിൽ വിജയിക്കാൻ പറ്റും, ഇത്തരത്തിലുള്ള അങ്ങനെ ഒരുപാട് അമിത ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവാറുണ്ട്. അമിത ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഭാരത്തിലേക്കാണ്, അല്ലെ ആ ഭാരം നമ്മുടെ എല്ലാ ഗ്രോത്തിനെയും ഒരു ബ്ലോക്കായിട്ട് തന്നെ നിലനിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു വില്ലനെയും നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. നമ്മളെല്ലാവരും എത്രയോ നമ്മൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന പോയിന്റ്സ് ആണ്, എത്രയോ ക്ലാസ്സുകളിൽ കേട്ട കാര്യങ്ങളാണ്. ജഡ്ജ്മെന്റിനെ ഭയപ്പെടരുത് എന്നുള്ളത്, അല്ലെ? അതായത് പല ആളുകളും പല രീതിയിൽ, അല്ലെ, അവരെന്ത് വിചാരിക്കും, ഇത് നമുക്കൊരു വില്ലൻ തന്നെയാണ്. ഏറ്റവും വലിയ, എന്നെ സംബന്ധിച്ചൊക്കെ എൻ്റെ റിയൽ ലൈഫൊക്കെ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും അതായത് ഇതൊരു 5 വർഷം മുൻപൊക്കെയാണ് എനിക്ക് ആ ഒരു 5 വർഷം മുൻപ് വരെയൊക്കെ ഈ ഒരു പ്രശ്നം വളരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്ത് കാര്യം ചെയ്യുമ്പോഴും അയ്യോ അവരെന്ത് വിചാരിക്കും, എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ന് പറഞ്ഞാൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ജോലിന്റെ സംബന്ധിച്ചൊക്കെ ആകുമ്പോൾ നമ്മൾ ലീവ് എടുപ്പോൾ ഒരു ഫംഗ്ഷൻ വരികയാണ്, അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ലീവ് എടുക്കാതിരിക്കേണ്ട ഘട്ടത്തിൽ നമ്മൾ എന്ത് ചിന്തിക്കാമല്ലോ, അവരെന്ത് വിചാരിക്കും, അവിടെ ഞാൻ പോയില്ലല്ലോ, അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പല രീതിയിൽ റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളിലേക്ക്, അപ്പോഴും നമ്മൾ ആ ജോലി സ്ഥലത്തും പ്രഷർ അനുഭവിക്കേണ്ടി വരിക, ഫാമിലിയിൽ ചെയ്യണതിനാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതിരിക്കുക. അതായത് ഏതെങ്കിലും ഫാമിലി ഫങ്ഷനോ കാര്യങ്ങളോ ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ കടന്ന് ചിന്തിക്കും. എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളും നമ്മളില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് നടക്കും. പക്ഷെ നമ്മളെ ചിന്ത എന്താണ്, അയ്യോ അവര് ചിന്തിക്കലോ, അയ്യോ ഞാൻ എന്നെ എത്തിയിട്ടില്ലെങ്കിൽ നാളെ അവർ ചോദിക്കില്ല. അതൊക്കെ ഒരു ഫോർമാലിറ്റി. അവർ ചോദിക്കും, റിയൽ ആണ് അല്ലെ, എന്തുകൊണ്ട് നീ വന്നില്ല. അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാവുന്നതാണ്. എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, ക്ലാസ് ആയിരുന്നു, എക്സാം ആയിരുന്നു, കുട്ടികൾക്ക് എന്തൊക്കെ, നമുക്ക് നമ്മുടെ റിയൽസ് ട്രൂത്ത് നമുക്ക് അവിടെ പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ അതല്ല ചിന്തിക്കുക, നമുക്ക് ഭയമാണ് അത് ഫേസ് ചെയ്യാൻ, അല്ലെ? ആ ജഡ്ജ്മെന്റ് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഭയക്കും. ഇത്തരത്തിലുള്ള ഭയങ്ങളെ, അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഭയങ്ങളെ നമ്മൾ മാറ്റി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഭയക്കാതെ ജീവിക്കുന്നവര്, അതായത് ഇത്തരം ചിന്തകൾ നമ്മൾ റിയലായിട്ട് നമ്മൾ പറയാ, ഇന്ന പ്രശ്നം കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ടാണ്, ഇതെന്ത് ചെയ്യും അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്നെ ഏറ്റെടുത്ത് നടത്തും. എന്നാൽ നമ്മൾ ഏറ്റെടുത്ത് നടത്തിയിട്ടില്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് നടക്കും. എനിക്കൊരു എക്സാമ്പിൾ തന്നെ പറയണം. എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ മാരേജ് കഴിഞ്ഞ് 4 മക്കളാണ്. ഈ 4 മക്കളായതിനു ശേഷം ഒരു ജോലിക്ക് അവൾ പോവാതെ അടുത്തടുത്തടുത്ത മക്കളായിരുന്നു. അവളുടെ കാര്യങ്ങൾ മാത്രം, വീട്ടിലെ മക്കളെ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് അവൾ അങ്ങനെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവളുടെ ഉമ്മയ്ക്ക് തന്നെ ഒരു വയ്യാതെ വരുന്നത്. അത്തരം സിറ്റുവേഷനിൽ അങ്ങനെ എല്ലാം കൂടെ അവൾ ഫുള്ള് സ്ട്രെസ്സായി. അങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളിങ്ങനെ ചിന്തിക്കുകയാണ്. അവൾ ഫുള്ള് എല്ലാ പ്രഷറിൽ നിന്നും ഭയങ്കര എന്തൊക്കെയോ, അതായത് ഒന്നും ചെയ്യാത്തൊരവസ്ഥയിൽ നിന്ന് പിന്നീട് അവൾക്ക് തോന്നുകയാണ്, ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരുന്നു പോയല്ലോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം അവളുടെ ബോഡി വീക്കായി, വളരെ ടയേർഡായ എല്ലാം കൂടെ സ്ട്രെസ് ആയതിനു ശേഷം ഒരു 1 വീക്ക് 2 വീക്ക് അവൾ റെസ്റ്റിന് വേണ്ടി ഒരു ട്രീറ്റ്മെന്റിന് പോവാണ്. ആ ട്രീറ്റ്മെന്റ് പോയ സമയത്ത് അവൾ പോകുമ്പോൾ അവൾ വിചാരിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യും, ഞാൻ പോയാൽ ഇവിടുത്തെ കാര്യം എന്താവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവൾക്ക് തന്നെ മനസ്സിലായി, എനിക്ക് എന്തായാലും റെസ്റ്റ് വേണം, ഇല്ലെങ്കിൽ എനിക്ക് വലിയ പ്രോബ്ലത്തിലേക്കാണ് ഞാൻ പോവാന്ന് വിചാരിച്ച് അങ്ങനെ അവൾ ട്രീറ്റ്മെന്റിന്റെ സെന്ററിൽ പോയ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഫോൺ പോലും നിങ്ങൾ മാറ്റി വെക്കേണ്ടതുണ്ട്. അങ്ങനെ ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച്, അതായത് ഫോൺ മാറ്റി വെക്കാൻ പറഞ്ഞ വേറെ ഒന്നും
അല്ലെ കോള് വരുമ്പോൾ പോലും നമ്മൾ എന്താണ് ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് അല്ലെ അവിടെ എന്താണ് ഇങ്ങനെയുള്ള ഒരു ഇത് വരണ്ടെന്ന് വിചാരിച്ചിട്ട് അതുപോലും മാറ്റി വെച്ച് റിലാക്സ് ആയിട്ട് അങ്ങനെ നിന്നു. അപ്പൊ കുട്ടികളും പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചു 2 വീക്സ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് ഇവക്ക് മനസ്സിലായത് ഞാനില്ലെങ്കിലും അവിടെ എന്താവുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ട്. മക്കളൊക്കെ മക്കളുടേതായ കാര്യങ്ങളും ഹസ്ബൻഡ് ആണെങ്കിൽ അങ്ങനെ, അതായത് ഉമ്മയുടെ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി ആ മക്കളൊക്കെ ഓൾറെഡി അത് സെറ്റായി. അവര് ചിലപ്പോൾ കുറച്ച് ദിവസം അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം, പക്ഷെ അവരെന്തായി അതുമായിട്ട് അവര് അഡ്ജസ്റ്റ് ചെയ്ത്. അന്നാണ് അവൾക്ക് മനസ്സിലായത് നമ്മളില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മള് അല്ലെ നടന്നു പോവും, അല്ലാതെ ഇത് ഞാൻ തന്നെ വേണം ആ ഒരു ചിന്ത അല്ലെ എന്താണ് അതിൽ നിന്നൊക്കെ മാറി. അപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ആ ഒരു ഭയത്തെ അവൾ മാറ്റി നിർത്തിക്കൊണ്ട് അവൾ ഇന്നിപ്പോ പ്രൊഫഷണൽ ലെവലിലൊക്കെ അവൾ ഉഷാറായിട്ട് എൻഗേജ് ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായി മാറി. അപ്പൊ ഇവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഫിയർ ഓഫ് ജഡ്ജ്മെന്റിലെ മക്കൾ അവിടെ ഇട്ടേച്ചു പോയി അതങ്ങോട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയണം എന്താണ് അല്ലെ ഓരോ കാര്യങ്ങളില് നമ്മളിപ്പോ ഒരു ഏത് കാര്യങ്ങളിലാണെങ്കിലും നമ്മളെ ഈ ആളുകളുടെ ചോദ്യം ചെയ്യലുകളും ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ഭയങ്ങൾ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ റിസൾട്ട് വളരെ നന്നാവുക അല്ലെ, അതായത് റിസൾട്ട് നന്നാവുമ്പോൾ അവരെന്നെ പറയും ആ ഇത്രയും നല്ല രീതിയിൽ അവൾ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ലെവലിൽ എത്തിയതെന്ന് ഈ പറയുന്ന നമ്മളെ കുറ്റം പറഞ്ഞ ആളുകൾ തന്നെ, അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ നമ്മളിലേക്ക് എത്തിച്ച ആളുകൾ തന്നെ നമ്മളെ നല്ല രീതിയിൽ പ്രശംസിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം വരും. കാരണം ആളുകൾ പലപ്പോഴും ഇത്തരം എന്താണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അവരുടെ ഒരു ക്യാരക്ടറാണ്, ഒരു പൊതു സ്വഭാവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് 4ാമത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെ. അതായത് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മുടെ ഈ കോൺഫിഡൻസ് കുറയുമ്പോഴ് അതായത് അതായത് കോൺഫിഡൻസ് എന്നത് നമ്മൾ എല്ലായ്പ്പോഴും ഇപ്പൊ ഈ കോൺഫിഡൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലായ്പ്പോഴും ഞാൻ വിജയിക്കും എന്ന് നമ്മൾ ചിന്തിക്കരുത് അല്ലെ. അതായത് പല സമയത്തും നമുക്ക് പരാജയങ്ങൾ ഉണ്ടാവാം. നമ്മളൊരു ഫിലിം എടുത്ത് നോക്കുമ്പോൾ അതിലെ ഹീറോയ്ക്ക് ലാസ്റ്റ് അയാൾ എന്താണ് വിജയിച്ച് നിൽക്കുകയാണെങ്കിൽ പോലും ചില നഷ്ടങ്ങൾ അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെ, ചില പരാജയങ്ങൾ ആ കഥാപാത്രത്തിന് വന്നിട്ടുണ്ടാവാം. ഇതുപോലെ ചില നഷ്ടങ്ങളോ ചില എന്താണ് എല്ലായ്പ്പോഴും വിജയിക്കണം എന്നുള്ള വിശ്വാസമല്ല ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഏത് തളർച്ചയിലും അല്ലെ, ഏത് വീഴ്ചയിലും ഏത് പരാജയത്തിലും എഴുന്നേൽക്കാനുള്ള ഒരു ധൈര്യം, ഞാൻ എഴുന്നേൽക്കും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതില്ലാത്തിടത്തോളം കാലം നമ്മൾക്ക് എന്തായിരിക്കും, നമ്മൾ വീണ് കിടക്കുകയേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വീഴ്ചയിൽ നിന്ന് ഉയർന്നു വന്ന് വിജയിക്കുന്ന ആളുകളാണ് ഹീറോ ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഈ 4 വില്ലന്മാരെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ തന്നെയാവണം നമ്മുടെ ഹീറോ. ഏറ്റവും പ്രധാനമായി ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ തിരക്കഥയ്ക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കഥാപാത്രമായി നമ്മൾ മാറരുത്. നമ്മുടെ പേന കൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ തിരക്കഥ എഴുതി അതിൽ വിജയിയാവാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് വേണ്ടത് ആത്മവിശ്വാസവും അതുപോലെ തന്നെ ഭയമില്ലാതെ മുന്നോട്ട് മുന്നേറാനുള്ള ഒരു എന്താണ് ധൈര്യം അല്ലെ, എനിക്ക് മുന്നേറണം. ഇത്തരത്തിലുള്ള പലതരം ഭയം എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നത് മാത്രമല്ല, പല കാര്യങ്ങളെയും നമ്മൾ മാറ്റി നിർത്തുന്നത് അല്ലെ ഭയമാണ്. ചിലപ്പോൾ നമ്മുടെ ഒരു ജോലി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ജോലി നമ്മൾ ഏറ്റെടുത്ത് അല്ലെ നമുക്കൊരു ജോലി കിട്ടി, ആ ജോലി കിട്ടി നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലായത് നമുക്ക് ആ ജോലി ചെയ്യാൻ അല്ലെ ആ ജോലിയോട് നമുക്ക് വലിയൊരു പാഷൻ ഇല്ലായിരുന്നു.
അതുപോലെ തന്നെ വേണ്ടത്ര രീതിയിൽ ആ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നില്ല. ചിലപ്പോൾ നമ്മുടെ സ്കില്ലിന് പറ്റിയ ഒരു ജോബ് ആയിരിക്കില്ല. ആ ഒരു കാരണം, ഇത്തരം കാരണങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മുടെ സ്കില്ലോ നമ്മുടെ പാഷനോ അനുസരിച്ചുള്ള ഒരു ജോലി അല്ലെങ്കിൽ ആ ജോലി നമുക്ക് എന്നും എന്തായിരിക്കും, ഒരു സാറ്റിസ്ഫാക്ഷനും നമുക്ക് നൽകില്ല. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഈ ഒരു അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഫിനാൻഷ്യലി ഒക്കെ പ്രോബ്ലം ഉണ്ടാകുന്നൊക്കെ ചിലപ്പോൾ ജോലി മസ്റ്റ് ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരു ലെവലിൽ എത്തുമ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ പാഷൻ, നമ്മുടെ സ്കില്ല്, ഇതൊക്കെ അനുസരിച്ച് നമ്മൾ എന്താക്കണോ, ആ ജോലി മാറി അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലിയിലേക്ക് നമ്മൾ മാറേണ്ടത് അത്യാവശ്യമാണ്. അവിടെ നമ്മൾ മറ്റുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഭയന്ന് അതിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാലത്തും നമുക്ക് എന്തുണ്ടാവില്ല, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അതേസമയം നമ്മുടെ പാഷനും നമ്മുടെ സ്കില്ലും ഒക്കെ മറ്റൊരു ജോബിലാണെങ്കിൽ, ചില ആളുകളുണ്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് ഏറ്റവും ഈ ഒരു വലിയൊരു ഉദാഹരണമായിട്ട് എടുക്കാം. പല ആളുകളെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അവർക്ക് വേറൊരു ജോലിയിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല. ഒരു ഓൺട്രപ്രണർ ആവണം, അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പും കാര്യങ്ങളും ഐഡിയാസ് ഒക്കെ മനസ്സിലുള്ള ആളാണ്. പക്ഷെ അയാൾ ഇങ്ങനെ ഭയന്ന് എനിക്കത് ചെയ്യില്ല, ഞാൻ അതെന്താണ് ചെയ്താൽ ചിലപ്പോൾ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാം, അല്ലെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ നിൽക്കാതെ അയാൾ എന്ത് ചെയ്യണം, ഭയമില്ലാതെ ആ ഒരു കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അയാളുടെ ലൈഫിൽ വളരെ വലിയൊരു വിജയമായിരിക്കും അയാൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളിൽ അങ്ങനെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് ഞാൻ കൂടുതൽ ഇപ്പോഴുള്ള ന്യൂജൻ ആളുകൾ അല്ലെ അങ്ങനെ പറയല്ല, അവർ ഇത്തരം ഭയങ്ങളെ വളരെ കുറവായിട്ട് കാണുന്ന ആളുകളായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. ചില കോഴ്സുകൾ എടുത്താൽ പോലും അവർക്കത് പറ്റില്ല എങ്കിൽ എന്ന് വെച്ച് ലക്ഷങ്ങൾ കോഴ്സ് എടുത്തിട്ട് ഓടിപ്പോരുന്നതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത സിറ്റുവേഷനിൽ ഒരു 6 മാസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പതുക്കെ നമ്മൾ മാറാനുള്ള ആ ഒരു ലെവലിലേക്ക്, ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് ആയി പോയെങ്കിൽ അത് മാറാനുള്ള, അല്ലെ ജോലിപരമായിട്ടൊക്കെ അങ്ങനെ ഒരു തൻ്റെ ഇടം കൂടെ നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ പല കാര്യങ്ങളും ജീവിതത്തിൽ എന്തിനാണോ നമ്മൾ ഭയക്കുന്നത്, ആ ഭയത്തിൽ നിന്ന് ഒഴിവാക്കി, ആ ഭയത്തെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മാറി നിന്നാൽ തന്നെ നമുക്ക് സക്സസിലേക്ക് മുന്നോട്ട് പോവാൻ കഴിയും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ അല്ലെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ ഒരു ഫിലിമിൽ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പാസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡയറക്ടർ കട്ട് പറയുന്നത് പോലെ തന്നെ പാസ്റ്റിൽ ഏതെങ്കിലും മോശ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കട്ട് പറഞ്ഞുകൊണ്ട് ഫ്യൂച്ചറിനെ വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ നമ്മൾ തന്നെ മെനഞ്ഞെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം പേന കൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നമ്മുടെ കഥാപാത്രത്തിന്റെ വിജയത്തെ എഴുതാനുള്ള പേന നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാതെ നമ്മൾ തന്നെ സ്വയം എഴുതിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു കഥാപാത്രമായി നമ്മുടെ ഉള്ളിലുള്ള ഹീറോയെ കണ്ടെത്താൻ നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ റിമോട്ട് കൺട്രോൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാതെ ആ റിമോട്ട് കൺട്രോൾ നമ്മൾ തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ പറയാം, മൈ ലൈഫ് അല്ലെ, എൻ്റെ ജീവിതം എൻ്റെ സ്റ്റോറിയാണ്, അതുപോലെ തന്നെ ആ സ്റ്റോറിയിലെ ഹീറോ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു ചെറിയ സെഷൻ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ തന്നെ ചെറിയ ഇഷ്യൂ ആയതുകൊണ്ടാണ് ആദ്യം തന്നെ വിംബിളിനെ കുറിച്ച് പറഞ്ഞില്ല. ഇത്തരം നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് തന്നിട്ടുള്ള ഫൈസൽ സാറിനും അതുപോലെ തന്നെ അതിൻ്റെ കോർഡിനേറ്ററായ സജിന മാം, പിന്നെ ഇടയ്ക്ക് റൌഫ് സാർ ഉണ്ട്, അവരുടെ എല്ലാവർക്കും വളരെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഒരിക്കൽ കൂടി ഇന്ന് എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. താങ്ക് യു സീന. നല്ലൊരു എനർജൈസിങ് ആയിട്ടുള്ള ഒരു സെഷൻ. താങ്ക് യു സുസൻ മാം. യെസ്, കാരണം ഈ 4 കാര്യങ്ങളും, ഈ 4 വില്ലന്മാരും, ഓവർ തിങ്കിങ്ങും പ്രോക്രാസ്റ്റിനേഷനും ഫിയർ ഓഫ് ജഡ്ജ്മെന്റും ലാക്ക് ഓഫ് കോൺഫിഡൻസും ഒക്കെ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ മാറ്റുന്ന ഈ ഹീറോസ്, നമ്മുടെ ഈ വില്ലന്മാരെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ മറ്റാർക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അൺലെസ് യു ടേക്ക് ദ സ്റ്റെപ്പ്.
അപ്പൊ നമ്മൾ ആ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോയി ഇവരെ ഫൈറ്റ് ചെയ്യും. പക്ഷെ ആ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും നമുക്ക് എൻകറേജ്മെന്റ് സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. നമ്മൾ yes. മറ്റുള്ളവരെയും കൂടെ കരുതി അവരെയൊക്കെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുകയും വേണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്കും സക്സസിലേക്ക് എത്താം, കൂടെ ഉള്ളവർക്കും അവരെ എൻകറേജ് ചെയ്ത് അവരെയും സക്സസിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നേരത്തെ സീന പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും രാവിലെ നല്ല ഒരു ഡോസ് ഓഫ് എനർജി കൊടുത്തതുപോലെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. സോ താങ്ക് യു വെരി മച്ച്. വെൽ പ്രസന്റഡ്. കൺഗ്രാറ്റുലേഷൻസ്. Thank you, Susan. Good morning. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കൂടുതൽ സന്തോഷം തോന്നി. Oh, thank you, Kamalamalli ma'am. Good morning. Good morning, sir. Madam. വിംബിൾ മോർണിംഗ് സർക്കിൾ ഓരോ ദിവസവും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. Yes. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും നമ്മൾ നല്ല ഒരു ലെവലിലേക്ക് എത്തുക, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ള ഈ നാല് കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ അനുഭവിക്കാറുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഒഴിവാക്കി നമ്മളെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. അതിൽ എല്ലാ മോർണിംഗിലും ഈ ഓർമ്മപ്പെടുത്തലുകളുണ്ട്. Yes. ആ ഓർമ്മപ്പെടുത്തലാണ് ശരിക്കും ഈ മോർണിംഗ് സർക്കിള് ശരിക്കും എന്താ പറയുന്നത്, വളരെ സന്തോഷകരമാക്കുന്നത്. ഒരു നല്ല തുടക്കം, എവറി മോർണിംഗ് ഒരു നല്ല തുടക്കം. താങ്ക് യു ആൻഡ് ഐ എം കൺഗ്രാജുലേറ്റിംഗ് യു ഫോർ a nice presentation. Thank you, sir. Presentation. Thank you. Thank you, sir. Thank you very much. രാജേന്ദ്ര സാർ ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളൂ അല്ലെ നമ്മുടെ സർക്കിളിൽ വന്നിട്ട്? ഇപ്പൊ നമ്മളെ ഇതിലുണ്ടോ, ട്രെയിനേഴ്സ് ഗ്രൂപ്പിലുണ്ടോ? കുറച്ചായിട്ടേ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് കയറിയപ്പോ തന്നെ ഒരു ഇത് പ്രസന്റ് ചെയ്തു, ഒരു ചെയ്തായിരുന്നു. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ അഭിമാനകരമായിട്ടാണ് തോന്നുന്നത്. വളരെ ആക്സിഡന്റലായിട്ടാണ് എന്നുവെച്ചാൽ ഞാൻ ആ എൻട്രി ചെയ്ത് അതേ ദിവസമാണ്, എൻട്രിയുടെ പിറ്റേ ദിവസമാണ് എന്നെ വിളിക്കുന്നത്. എന്നെ ഇങ്ങോട്ട് വിളിച്ച്, അപ്പൊ എൻ്റെ ധാരണ എന്ന് പറയുന്നത് ഇത് സൈക്കോളജി സബ്ജക്ട്സ് മാത്രമാണ് ഇതിനകത്ത് വരുന്നതെന്നാണ് എൻ്റെ ധാരണ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സൈക്കോളജി ഒരു ഡിപ്ലോമ ഉണ്ട്, ഓക്കെ, പക്ഷെ എനിക്ക് സൈക്കോളജിയെ പറ്റി അങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും അവിടെ ആയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും അതില്ല, ഏതെങ്കിലും സബ്ജക്ട് മതി എന്ന് പറഞ്ഞപ്പോഴാണ് ഓക്കെ, നല്ല യൂസ്ഫുൾ ആയൊരു സബ്ജക്റ്റ് ആയിരുന്നു. അതായത് ഓക്കെ പറഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം തന്നെ പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു കേസ് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് വളരെ അഭിമാനകരമായ ഒരു കാര്യം ആണ് സംഭവിച്ചത്. ഞങ്ങൾക്കും വലിയൊരു യൂസ്ഫുൾ ആയ സെഷൻ ആയിരുന്നു. I am thanking Faisal sir and Sajina madam, the soul of this morning circle. Yes. Okay, thank you. Okay. Good morning, Sina ma'am. Good morning, Chandra ma'am. Nellore session, very informative early morning. എല്ലാവർക്കും എല്ലാവരും ഓൾറെഡി പറഞ്ഞ് കോൺട്രിബ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഇതൊക്കെ അറിയുന്നത് നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്ത് നമ്മുടെ ഹീറോ ആയി മാറാനുള്ള ഒരു ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയതിന് വളരെ താങ്ക്ഫുൾ. ആൻഡ് നല്ല രീതിയിൽ മാം
ഓൾറെഡി എക്സ്പേർട്ട് ആണ് അതിൽ. ദാറ്റ് ഈസ് യു പ്രസന്റ് വെരി വെൽ. ആ ഒരു ഇഫക്റ്റീവ് ആയിട്ട് നമ്മള് മനസ്സിലാക്കി തരുന്ന ഒരു കാലിബർ ഉണ്ട്. സോ താങ്ക് യു ഫോർ ഇറ്റ്. താങ്ക് യു മാം. We need more sessions with the valuable information. Thank you, ma'am. താങ്ക് യു ചന്ദ്ര മാം. സീനിയർ മാം, ഗുഡ് ഹായ് മോർണിംഗ്. ബിജു സാർ. ഓ, ഗുഡ് മോർണിംഗ്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. പതിഞ്ഞു തുടങ്ങി വളരെ നല്ല രീതിയിൽ അവസാനിപ്പിച്ച നല്ല സ്ക്രീൻ പ്രസൻസ്, നല്ല സ്മൈല് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല താങ്ക് യു. പ്രസന്റേഷൻ ആയിരുന്നു. കൊള്ളാം. അതുപോലെ എടുത്ത സബ്ജക്റ്റ് ആണെങ്കിലും ഇപ്പൊ ഇവിടെ ആദ്യം മുതൽ പറയുന്ന പോലെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓരോ ദിവസവും രാവിലെ നമുക്കൊരു എനർജി കിട്ടാവുന്ന രീതിയിലുള്ള ഓരോ മോർണിംഗ് സർക്കിളുകളും അതെ, രാവിലെ ഒരു പ്രത്യേക എനർജിയാണ്. ഇത് കേട്ട് വരുമ്പോൾ നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന, നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ ഓരോ ദിവസവും ഇന്ന് ഈ ഓരോ മോർണിംഗ് സർക്കിളും കേട്ട് വരുമ്പോൾ നമുക്ക് രാവിലെ ഒരു സ്പെഷ്യൽ എനർജിയാണ് കിട്ടുന്നത്. അപ്പം ഒരുപാട് താങ്ക്സ് ഫോർ എ ഗുഡ് മെസ്സേജ്. ഓക്കെ. താങ്ക് യു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ബിജു സാർ. സത്യം, ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോയിന്റ്സ് തന്നെയാണ്. പക്ഷെ നമ്മൾ പോലും പല കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് മുന്നോട്ടൊക്കെ പോവാറുണ്ട്. അതൊക്കെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കരുതണം. അതിലൊക്കെ എനിക്ക് ഏറ്റവും ഹീറോ ആയിട്ട് പറയാനുള്ള സൂസൻ മാം ആണ്. എല്ലാ സെഷനിലും ഇങ്ങനെ എന്നും ഒരേ ലെവലിൽ വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. ആ ഒരു തീർച്ചയായിട്ടും ആ ആ എനർജിയും ആ ആ സ്മൈലും യെസ്, ഞാൻ റോൾ മോഡൽ ഈ ഒരു കാര്യത്തിലാക്കാൻ എന്നും വിചാരിക്കും. പക്ഷെ ഞാനൊന്നും അതിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അതെ. താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. എനിക്ക് വലിയ സന്തോഷമാണ് ഇതിനകത്ത് വരുന്ന ഒരു മിസ്സിങ്. ചില ദിവസമൊക്കെ ഇങ്ങനെ ഇപ്പൊ കൂടുതൽ തിരക്കുള്ളപ്പം നമുക്ക് ചിലപ്പം പറ്റില്ല. അപ്പൊ അതിന് ചില ദിവസമൊക്കെ ഇപ്പം മിസ്സായി പോകുന്നുണ്ട്. മറ്റേ കണ്ടിന്യൂസ് കയറുമായിരുന്നു. ബട്ട് ഇനി സാറ്റർഡേ മാം ഉണ്ടാവാറില്ലല്ലോ അല്ലെ? സാറ്റർഡേ ആണ് എന്റെ പള്ളിയിൽ പോകുന്ന ഞാൻ ദിവസം. പലപ്പോഴും സാറ്റർഡേ ഞാൻ കൊടുക്കാറില്ല. സത്യമായിട്ട് പറഞ്ഞത് ഒരിക്കൽ ഞാൻ അങ്ങനെ സാറ്റർഡേ എടുത്ത സമയത്ത് മാം ഇല്ലായിട്ട് അതിനൊരു ഒരു ഒരു ഉഷാറ് തോന്നിയില്ല. അല്ല, എല്ലാവരും ഉണ്ടാവുമ്പോ നമുക്കൊരു ഉഷാറാണല്ലോ, എല്ലാവരും തന്നെ കേട്ടോ. ആളുകൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഓരോ അതെ സെഷൻ കൊടുക്കുമ്പോഴും ആ ഒരു എനർജി നമ്മളിലേക്കും വരിക. ഇപ്പോഴും അതെ, തന്നെ ഈ തീർച്ചയായിട്ടും. അല്ലെ ഒരു രാജേന്ദ്ര വൺ സാറ്, സൈഡഡ് ബിജു ഇതാണ്. സാറ്, ചന്ദ്ര മാം, അങ്ങനെ കോമളവല്ലി, അൻസാർ സാർ, ഇവരിങ്ങനെ നമുക്കൊരു ടീമുണ്ട്. അതായത് അവരൊക്കെ ഇങ്ങനെ ഉണ്ടാവുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ തന്നെയാണ്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമുക്കൊരു വൺ സൈഡഡ് ഫീലിംഗ് ആണ് കിട്ടുന്നത്. അതെ. നമ്മളിങ്ങനെ ഇരുന്ന് പറയുന്നു, ആൾക്കാരെല്ലാം ക്യാമറയുടെ പുറകിലാണ്. പിന്നെ അത് ശരിക്കും അതാണ് എനിക്കൊരു സജഷൻ പറയാനുള്ളത്. നമ്മൾ ഈ ഇതിനകത്ത് കയറുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഫീഡ്ബാക്ക് പറയുമ്പോഴെങ്കിലും ഒന്ന് ഓപ്പൺ ആക്കി പറയുവാണെങ്കിൽ നമ്മൾ ആരോടാ സംസാരിച്ചതെന്നുള്ളത് നമുക്കൊന്ന് ഫേസ് ടു ഫേസ് കാണാൻ പറ്റുമല്ലോ. സോ ദാറ്റ് ഓൾസോ ബിൽഡ്സ് അവർ കോൺഫിഡൻസ്. എന്തിനാ ഈ മറഞ്ഞിരുന്ന് പറയുന്നത്? അറ്റ്ലീസ്റ്റ് ആ ഒരു ഫീഡ്ബാക്ക് പറയുന്ന സമയത്തെങ്കിലും ഒന്ന് ഓണാക്കി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എടുക്കുന്നവർക്കും. സൂസൻ മാം, Yes, അത് yes. രാവിലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡി ആയിരിക്കണം, ആ പ്രിപ്പയർഡ് ആയിരിക്കണം. വെറുതെ വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് അല്ല, ദ അപ്പൊ പ്രോബ്ലം. ആ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കണമെന്ന് ഞാൻ പറയുവായിരുന്നു. ഓക്കെ. കാരണം നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണല്ലോ. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഇതൊരു നല്ല ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് എല്ലാം അറിയാം, എല്ലാവർക്കും മോർണിംഗിൽ ഇതൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. അപ്പൊ ആ ഓർമ്മപ്പെടുത്തൽ തന്ന ആൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കൊടുക്കണം. ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നതിന്റെ ഭാഗമാണ്. കൂടുതലൊന്നും ഒരുങ്ങണ്ട, തലയുടെ ഇത്രയും ഭാഗം മാത്രം കാണിച്ചാൽ മതി, താഴോട്ട് കാണിക്കണ്ട. ഇത്രയും ഭാഗം മാത്രം കാണിച്ചിട്ട് അറ്റ്ലീസ്റ്റ് കം ഓൺ ദ ക്യാമറ ആൻഡ് അപ്രീഷിയേറ്റ് ദ പേഴ്സൺ ആൻഡ് ഗിവ് ഗ്രാറ്റിറ്റ്യൂഡ് ദാറ്റ് വേ. അതൊരു നല്ല സജഷൻ ആണ്. ഞാനിപ്പോ ക്യാമറയുടെ പുറകിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിന് വലിയ ന്യായീകരണത്തിനും ചാൻസ് ഇല്ല. അതെ അതെ, ഓക്കെ. ഞാനൊക്കെ അങ്ങനെ പക്ഷെ തന്നെയാണ്. പക്ഷെ മേക്കപ്പ് ഒക്കെ ഇടാനുള്ള സമയം കിട്ടണ്ടല്ലേ സാർ? അതെ, നമ്മളെ ഈ മുഖം എന്താ പറയാ, ഭംഗിയായിട്ട് കാണിക്കണമല്ലോ. ഒരു ചിരി കാണിച്ചാൽ തന്നെ അത് ഭംഗിയാണ്, മനസ്സിലായോ? ഓക്കെ. So show your smiling face and then give a Okay. feedback and that would be well appreciated by the presenter. ഓക്കെ, അത് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഓക്കെ, സജഷനാണ്. Very good, very നല്ലൊരു good. സജഷൻ ആണ്. കൊള്ളാം. അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഈ മോർണിംഗ് സർക്കിളിൽ വരുമ്പോൾ, ഈ ഓൺലൈനിൽ വരുമ്പോൾ ഈ മുഖം കാണിക്കണം എന്ന് പറയുന്നതിന് കൂടുതലായിട്ടും ഞാൻ പറയുന്ന കുറച്ചൊരു ഇന്ററാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്കിതൊരു എനർജറ്റിക് ആവുന്നത്.
മറ്റേ ഒരാൾ തന്നെ വന്നിരുന്നിട്ട് റേഡിയോ പോലെ പറഞ്ഞു പോകുമ്പം ആണ് അതിനൊരു ജീവൻ ഇല്ലാതെ പോകുന്നത്. മാക്സിമം ഇന്ററാക്ഷൻ വേണം. ഇന്ററാക്ഷൻ ഉണ്ടാവുക എന്നതുമാണ് ഇതിനകത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുറെ പേരെല്ലാം ക്യാമറയിലുണ്ടെങ്കിൽ നമുക്കും ഒരു എനർജി ഉണ്ടാവും. സത്യം. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ ക്ലാസ് എടുക്കുന്നവർ ഈ സൂസൻ മാം ഒഴിച്ച് പിന്നെ ക്ലാസ് എടുക്കുന്ന ഒരാൾ ഒഴിച്ച് സാധാരണ അധികം ആരെയും കാണാറില്ല. ഇപ്പൊ ഒരു രാജേന്ദ്രൻ സാറും ഒരു കോമളവല്ലി മാമും കാണുന്നുണ്ട്, അല്ലാതെ ആരെയും ക്യാമറയിൽ കാണാറില്ല. ഓഡിബിൾ മാത്രമാണ്. സൂസൻ മാം പിന്നെ അവിടെ ഏതോ റെഡി ആയിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എനി ടൈം. അത് മാം 8 മണി വരെ അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 8 അല്ല, അതിന് ഞങ്ങള് 10 വരെയൊക്കെ ഉണ്ട്. ട്രെയിനേഴ്സ് ആവുമ്പോൾ 10 10:30 വരെയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ എത്ര ഉച്ചക്ക് ഒരു സമയം ബ്രേക്ക് എടുക്കും, വേണമെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് വൈകുന്നേരം വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഏത് സമയത്തും യുദ്ധസന്നദ്ധയായിട്ടിരിക്കുകയാണ് സൂസൻ മാം. വില്ലന്മാരെയൊക്കെ ഫൈറ്റ് ചെയ്യാനായിട്ട് വൈൻഡ് ചെയ്തിരിക്കുക. അതെ, ഹീറോ ആണ്. ഇവിടുത്തെ ഒരു ഹെറോയിനാണ്. അയ്യോ, അതെ അതെ അങ്ങനൊന്നും ഇല്ല കേട്ടോ. സൂസൻ മാമിനെ എല്ലാ പ്ലാറ്റ്ഫോമിലും കാണാറുണ്ട്. അതെ, വേൾഡ് ലെവൽ ഫേമസ് ആണ്. അപ്പൊ എന്നെ നിങ്ങൾ മടുത്ത് കാണും അല്ലേ? എല്ലാ മനുഷ്യരും മടുത്ത് കാണും. ഇവിടെ ഇല്ല നോക്കിയാലും മടുക്കുന്നില്ല. കാരണം മടുക്കില്ല. മാം എപ്പോഴും ഇങ്ങനെ പുതിയത് ഇങ്ങനെ പുതുക്കി വരുന്നുണ്ട്. കാരണം ഓരോ സബ്ജക്റ്റാ ഇപ്പം ഇന്റർനാഷണൽ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, വേൾഡ് ലെവൽ അറിയപ്പെടുന്ന ആളുമായിട്ടുണ്ട്, എല്ലാ ഭാഗത്തും കാണുകയല്ലേ. അതെ അതെ അതെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വളരെ ഒരു നല്ല സജഷനാണ്. ഞാന് ഈ സൈക്കോളജിയുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോഴ് ഫേസ് ടു ഫേസ് ചില ആൾക്കാരുണ്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചില ആൾക്കാരുണ്ട് നമ്മുടെ മുഖത്ത് നോക്കത്തില്ല, മുഖത്ത് നോക്കാതായിരിക്കും സംസാരിക്കുന്നത്. അതേസമയം ചില ആൾക്കാർ മുഖത്ത് നോക്കി സംസാരിക്കും. ആ മുഖത്ത് നോക്കി സംസാരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഒരു ഗ്രേസ് ആണത്. നമ്മൾ ഫേസ് ടു ഫേസ് പല കാര്യങ്ങൾക്കും നമ്മൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ശരിക്കും ഫോൺ ചെയ്ത് പറയാവുന്നതാണ്. പക്ഷെ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ശരി നേരിട്ട് പോയി കാണുന്നവരുണ്ട്. നേരിട്ട് പോയി കാണുമ്പോൾ അത് ഫേസ് ടു ഫേസ് നമ്മൾ എന്താ പറയുന്നത്, കാണാനുള്ളൊരു അവസരമാണ്. ഇപ്പൊ നമ്മളിപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോകുന്നു. ഈ കല്യാണങ്ങളൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ മാത്രമാണോ? ശരിക്കും അല്ല. കല്യാണത്തിന് പല നമ്മുടെ ആൾക്കാരും വരും, അവരെയൊക്കെ കണ്ട് അവരെ പരിചയം പുതുക്കുക. അത് മനസ്സിനൊരു നല്ലൊരു കുളിർമ തരുന്ന സംഗതിയാണ്. വർഷങ്ങൾ കൂടിയിരിക്കുമ്പോഴായിരിക്കും അങ്ങനെ ഒരു ഒക്കേഷൻ വരുന്നത് എല്ലാവരും ഒരുമിച്ച് കാണാൻ. അപ്പം ആ ഫേസ് ടു ഫേസ് നമ്മൾ കണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഗ്രേസാണ്. അത് ചെയ്യണം എന്ന് എനിക്കും ഒരു റിക്വസ്റ്റ് ഉണ്ട് സൂസൻ മാമിന്റെ കൂട്ട്. ബിജു സാർ ഓക്കെ ആയി, ഇന്ന് മുതൽ തീരുമാനം എടുത്തു. യെസ്, ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. അതും മഞ്ഞക്കിളിയൊക്കെ ആയിട്ട് മഞ്ഞക്കിളിയായിട്ട് വന്നിട്ടുണ്ട്. എനിവേ, ആ മുഖത്തെ ആ ചിരി കാണുമ്പോ തന്നെ ഒന്ന് വ്യത്യാസം ഇല്ലെന്ന് പറഞ്ഞേ. ശരിയല്ലേ? ഒരാളെ കണ്ട ആ മുഖത്തൊരു ചിരി, ഒരു പ്ലസന്റ് ഫേസ് കാണുമ്പോ തന്നെ നമുക്ക് എനർജിയാ ഇങ്ങോട്ട് കിട്ടുന്നത്. ശരിയാണ്. നാളെ മുതൽ ഞങ്ങളൊക്കെ മാറാൻ ശ്രമിക്കാം. താങ്ക് യു, വെരി ഗുഡ്. എല്ലാവർക്കും അതിങ്ങനെ സാധിക്കട്ടെ. അല്ല, സൂസൻ മാമിന്റെ അഭിപ്രായത്തെ ആദ്യമായിട്ട് മാനിച്ചുകൊണ്ട് വെരി ഗുഡ്. നന്നായി. അല്ല, എന്തായാലും സീന മാം വളരെ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. പിന്നെ എനിക്ക് പറയാന്ന് വെച്ചാലേ, നമ്മളുടെ ഒക്കെ എല്ലാവരുടെ ജീവിതവും ഒരു സിനിമയാണ്. ശരിക്ക് ഇപ്പൊ എന്റെ ജീവിതത്തിലെ, എന്റെ സിനിമയിലെ ഹീറോ ഞാൻ തന്നെയാണ്. അതുപോലെ എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവരും ഹീറോ തന്നെയാണ്. ഇനി അതില് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ ഇനി നമുക്ക് ചെയ്യാനുണ്ട്, പ്രൊക്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവണം എന്നുള്ളതും, മടി പിടിച്ചിരുന്നാൽ എന്തുണ്ടാവും എന്നുള്ളതും എല്ലാം നമ്മുടെ അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കി വരണം. അതിന് ബൂസ്റ്റപ്പ് ചെയ്യാനാണ്
സീന മാമിനെ പോലുള്ള സൂസൻ മാമിനെ പോലുള്ള നമ്മുടെ ഈ മോർണിംഗ് സർക്കിളിലുള്ള ആളുകളെല്ലാം ഈ ബൂസ്റ്റ് ചെയ്ത് തരുന്നത് നമ്മളെ ലൈഫിലെ ഹീറോയെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ എനിവേ വെൽ പ്രസന്റേഷൻ. ഈ പറഞ്ഞ പോലെ സീന മാമിന്റെ ക്ലാസ്സുകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒക്കെ എനർജി ബൂസ്റ്റർ ലെവലാണ്. അടിപൊളി. വെൽ നൈസ് പ്രസന്റേഷൻ. താങ്ക് യു മാം. താങ്ക് യു. ഇനി ഈ പറഞ്ഞത് വളരെ നല്ലൊരു തീമാണ്. എല്ലാവരും ഈ സൂസൻ മാമിന്റെ വാക്കുകളെ എങ്കിലും മാനിച്ചുകൊണ്ട് എല്ലാവരും ഫീഡ്ബാക്ക് പറയുന്ന സമയത്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഫേസ് അപ്പ് ഓണാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് മനസ്സിലാക്കാം. ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകളെ നമ്മൾ ഈ പേരിലൂടെ മാത്രം കാണുന്ന കുറെ ആളുകളുണ്ട് നമ്മളെ സ്ഥിരമായിട്ട് വരുന്നവര്. അപ്പൊ കിച്ചണിലും അങ്ങനത്തെ സിറ്റുവേഷൻ അതെ. എന്നാലും നമുക്ക് ഇതൊരു ഫാമിലി ആണെന്ന് മനസ്സിലാക്കി എല്ലാവരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആ സമയത്തെങ്കിലും ഒന്ന് മുഖം കാണിച്ചൊന്ന് പറഞ്ഞിരുന്നെങ്കിലും സന്തോഷം. എന്തായാലും എല്ലാവർക്കും പറ്റുന്ന പോലെയൊക്കെ ചെയ്യട്ടെ അല്ലേ? നിർബന്ധിക്കാൻ പറ്റില്ല ആരും നമുക്ക്. അപ്പൊ എനിവേ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് ദിനം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. എല്ലാരും പലരെ ഇതിനകത്ത് ഇങ്ങനെ കാണാം. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എനിക്ക് ഏത് സെഷനിൽ കയറിയാലും ഐ ഫീൽ സോ ബാഡ് നോട്ട് ഓപ്പണിംഗ് ദ ക്യാമറ. കയറുവാണെങ്കിൽ ഓപ്പൺ ആയിരിക്കണം, അല്ലെ പിന്നെ ഓപ്പൺ ആകാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ അടുത്തിടെ വേറൊരു ഇതിനകത്ത് പോയി വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ എത്തി. എനിക്കത് ഒത്തിരി പ്രയോജനമുള്ളതായിട്ട് തോന്നി. പക്ഷെ ഞാനത് തുടങ്ങാൻ ഒത്തിരി താമസിച്ചു. കാരണം ഇതായിരുന്നു എന്റെ ബ്ലോക്ക്. കാരണം ഞാൻ രാവിലെ ഈ സെഷൻ കഴിഞ്ഞിട്ട് അടുത്തതിന് അവിടെ കുത്തിയിരുന്നാൽ പിന്നെ എനിക്ക് അടുക്കളയിലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ. സോ ഐ ഡിസൈഡഡ് വേണ്ട, അത് പോകണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെയും ഇങ്ങനെ നമ്മുടെ അംബിക ഇല്ലേ, അംബിക, അപ്പം പുള്ളിക്കാരി അംബിക മാം ആണ്. പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞ് ഒന്ന് കയറി നോക്കെന്നും പറഞ്ഞ് ഒരു പ്രാവശ്യം എനിക്ക് ലിങ്ക് അയച്ചു തന്നു. കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒത്തിരി ബെനിഫിഷ്യൽ ആണ്. സോ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സംഭവമാണ്, എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസമാണ്, ഇത് ഓപ്പൺ ആക്കിയിരിക്കാൻ പറ്റില്ല എന്ന്. ഉടനെ പുള്ളിക്കാരി പറഞ്ഞു, മാം അവിടെ ഒരു 3-5-6 പേര് സ്ഥിരം ഓണായിരിക്കും, ബാക്കിയുള്ളവരെല്ലാം ക്ലോസ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം മാമും ക്ലോസ് ആക്കി വെച്ചിട്ട് അടുക്കളയിലൊക്കെ ചെയ്തോ, എന്ത് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ, പക്ഷെ ഫീഡ്ബാക്ക് പറയുമ്പോൾ മാത്രം ഓണാക്കിയാൽ മതി എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നു. ഇപ്പൊ ആ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്ത് വെക്കും, പക്ഷെ ഫീഡ്ബാക്ക് പറയാൻ ശ്രമിക്കും എല്ലാ പ്രാവശ്യവും. ബിക്കോസ് ദാറ്റ് നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്ന അവർക്കും ഇമ്പോർട്ടൻ്റ് ആണല്ലോ, എടുത്ത ആൾക്കും. അപ്പോൾ ഓപ്പൺ ആക്കി അത് പറയും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. ഐ എം സീയിങ് എ ബ്യൂട്ടിഫുൾ സൈറ്റ് വിത്ത് സോ മെനി ഫേസസ് ഹിയർ. സോ താങ്ക് യു സോ മച്ച് എല്ലാവരും ഓപ്പൺ ആക്കി വന്നതിന് സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം. താങ്ക് യു സീന മാം. എല്ലാവരും പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. പിന്നെന്ന് വെച്ചാൽ മാം പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മളുടെ ഓൺ സ്റ്റോറി നമുക്ക് എഡിറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ എനിക്ക് ആ 4 പോയിന്റില് അതെ റൈറ്റ് ചെയ്യാനും പറ്റും. ആ 4 പോയിന്റിൽ എനിക്ക് തോന്നുന്നത് കോൺഫിഡൻസ് സംഭവങ്ങളൊക്കെ നമുക്ക് ഒരു വട്ടം ആയിക്കഴിഞ്ഞാൽ പിന്നെയും പിടിച്ചിരിക്കാം. പക്ഷെ ഈ പ്രോകാസ്റ്റിനേഷൻ ഭയങ്കര വില്ലനാണ്. ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അത് നിസ്സാരല്ലേന്ന് വെച്ച് നീട്ടി വെക്കും, പക്ഷെ അത് പിന്നീട് നമുക്കതൊരു വലിയ ജോലിയായിട്ട് മാറും. ആകെ പ്രഷറും എന്താ പറയാ സ്ട്രെസ് ആവും. അപ്പൊ അത് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് മെയിനായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് ചെറുതായിട്ടുണ്ട് പ്രോകാസ്റ്റിനേഷൻ, നിസ്സാര കാര്യങ്ങളൊക്കെ അങ്ങനെ നീട്ടി വെക്കണ ഒരു ഇത്. അപ്പൊ എന്തായാലും വളരെ യൂസ്ഫുൾ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ വീഡിയോ ഓണാക്കി വെക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഒന്ന് ഓണാക്കി ഞങ്ങളെ ഫേസ് ഒന്ന് കാണിച്ചേ നോക്കട്ടെ. ആ പ്രോക്രാസ്റ്റിനേഷൻ ഒന്ന് മാറ്റി വെച്ചേ. ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. സോ വി കൻ സീ യു. ഇതിപ്പോ ആതിര ആക്ച്വലി ഓപ്പൺ ആക്കിയായിരുന്നു കേട്ടോ. വെരി ഗുഡ് ആതിര. എന്നിട്ട് ഓപ്പൺ ആക്കിയിട്ട് വീണ്ടും ക്ലോസ് ചെയ്തു. അതെ ആഗ്രഹം ഉണ്ട് എല്ലാ ദിവസവും ഇരിക്കണം. പക്ഷെ എനിക്കാണെങ്കിൽ ഇപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് 6:45 ട്യൂഷൻ ഉണ്ട്. അപ്പൊ അതിന് മുമ്പ് പിന്നെ മക്കൾ പോകാനുള്ള ടൈം ആവും. അപ്പൊ കിച്ചണില് പണികളുണ്ട്, അതിന്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഇതിങ്ങനെ കേൾക്കണതും ഒക്കെ. എന്തായാലും ഞാൻ വേഗം എല്ലാ ദിവസവും ഓണാക്കിയിട്ട് എനിക്ക് ഇന്നലെ പനി തുടങ്ങി, ഇന്നലെ രാത്രി മൾട്ടി ചെയ്തോണ്ടിരിക്കുക. നോ പ്രോബ്ലം. സീ ലുക്ക് അറ്റ് ആതിര. ഇവിടുന്ന് തലയുടെ ഇവിടുന്ന് തൊട്ട് അത്രയും കണ്ടാ മതി. ദാറ്റ്സ് ഫൈൻ. ബാക്കിയുള്ളതൊന്നും ഓക്കെ. സോ ആണെങ്കിലും നമ്മളെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഓടി വരണ്ടേ? അത് കുഴപ്പമില്ല. ജസ്റ്റ് ആ ഒരു നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നതല്ലേ, അപ്പൊ നമ്മൾ അതിന് തിരിച്ചു കൊടുക്കണം തീർച്ചയായിട്ടും. അതെ ഞാനിപ്പോ ഓൾറെഡി ഇങ്ങനെ പറയുന്നത് ഓഫ് ചെയ്ത് വെച്ചിട്ടാ രാവിലെ എപ്പോഴായാലും.
നമ്മളെപ്പോഴും ഇങ്ങനെ തിരക്കല്ലേ, തിരക്കെന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ കാര്യങ്ങളും നമ്മളാണല്ലോ. അതെ അതെ അതെ. ഉം. സിനിമ അതിന് വളരെ പ്രശ്നം നല്ലൊരു ക്ലാസ് ആയിരുന്നു. വല്ലപ്പോഴൊക്കെ ഓണാക്കി വെക്കാം. പക്ഷേ ഈ രാവിലെ കിച്ചണില് പണികളുള്ളായിരുന്നേ, അങ്ങടും ഇങ്ങടും ഓട്ടമാണ്. അതിന്റെ ഇടയിലാണ് ചെയ്യണത്. അതൊരു പ്രശ്നമാണ്. പിന്നെ സീന മാം, ഞാൻ ഇൻട്രഡക്ഷനിൽ പറഞ്ഞിരുന്നു, കേട്ടിരുന്നോന്ന് അറിയില്ല. മാം ഒരുപാട് ക്ലാസ്സുകൾ സ്റ്റാറ്റസ് കാണാറുണ്ട്. മാമിന് ഡെയിലി ക്ലാസ്സുകളാണ്. എന്നാലും മിമ്പിളിനെ മാം മറക്കാറില്ല. അതെ, മാം ഇവിടെ എന്തെങ്കിലും അതെ എല്ലാവർക്കും ആളില്ലാന്ന് പറയുമ്പോഴും മാം ഓടിയെത്തും ക്ലാസ് എടുക്കാനായിട്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, മുമ്പ് മാമിനെ കണ്ട മാമിനേക്കാൾ ഇപ്പൊ സുന്ദരിയായിട്ടുണ്ട്. ഓ എനിക്ക് താങ്ക് തോന്നുന്നു ഇങ്ങനെ ക്ലാസ് ഒക്കെ ഓരോ ദിവസവും സുന്ദരിയായി വരുന്നുണ്ട്. ക്ലാസ് ഒക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സന്തോഷത്തോടെ നടക്കണായിരുന്നായിരിക്കും എന്ന് ആ വിചാരിക്കുന്നത്. ഫേസിനൊരു ഗ്ലോ വരുന്നല്ലേ, ഓ നല്ലൊരു ഗ്ലോ ഒക്കെ കാണുന്നുണ്ട്. പഠിച്ചോനെ, ഇത് കേട്ടിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? ജസ്റ്റ് അപ്രീഷിയേറ്റ് ഇറ്റ്, ദാറ്റ്സ് ഓൾ. താങ്ക് യു, താങ്ക് യു. യെസ് യെസ്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ അതിന്റെ ഇന്നത്തെ സെഷൻ. അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം. എല്ലാവരുടെയും ചിരിച്ച മുഖം കണ്ടതിന് ഒത്തിരി സന്തോഷം. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, സീ യു സ്നേഹം. ടുമോറോ. ഓക്കെ ബൈ. tomorrow. Thank you. Wishing all a good day. Bye. Okay, ബൈ. bye. Thank you.